പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 13. പ്രധാന വാർത്തകൾ. നബിദിനം അവധി ദിനത്തിലും മുവാസലാത്ത് ബസ് ഫെറി സർവീസുകൾ സാധാരണ നിലയിൽ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണെന്നും ദേശീയ ഗതാഗത കമ്പനി പ്രസ്താവനയിൽ അറിയിച്ചു. ബുറൈമി ഗവർണറേറ്റിൽ പോലീസ് ചമഞ്ഞ് പണം തട്ടിയെടുത്ത ആളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. വിദേശിയെ കബളിപ്പിച്ച് പണം കൈക്കലാക്കിയ ആളെയാണ് അറസ്റ്റ് ചെയ്തതെന്നും ഇയാൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായും പോലീസ് അറിയിച്ചു. മങ്കി പോക്സ് സംബന്ധിച്ച ബോധവൽക്കരണ ബുള്ളറ്റിൻ പുറത്തിറക്കി ഒമാൻ ആരോഗ്യ മന്ത്രാലയം. പൊതുജനാരോഗ്യ അവബോധം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് രോഗത്തെക്കുറിച്ചുള്ള സമഗ്രമായ വിശദാംശങ്ങൾ ബുള്ളറ്റിൽ നൽകിയിരിക്കുന്നത്. രോഗപ്രതിരോധ തന്ത്രങ്ങൾ, ലക്ഷണങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. രോഗബാധിതനായ വ്യക്തിയുമായുള്ള ബന്ധങ്ങൾ, ചർമ്മത്തിൽ നിന്ന് ചർമ്മത്തിലേക്ക് നേരിട്ടുള്ള സമ്പർക്കം വഴിയോ മലിനമായ വസ്തുക്കളിൽ സ്പർശിക്കുകയോ വഴി മങ്കി പോക്സ് പടരാമെന്ന് ബുള്ളറ്റിനിൽ പറയുന്നു. രോഗബാധ ഏൽക്കുന്ന സാധ്യത കുറയ്ക്കാൻ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടെ കഴുകി നല്ല കൈ ശുചിത്വം പാലിക്കേണ്ടത് പ്രധാനമാണ്. കൂടുതൽ സംരക്ഷണത്തിനായി വാക്സിനേഷന്റെ സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഹെൽത്ത് കെയർ പ്രൊവൈഡറുമായി ബന്ധപ്പെടണം. മങ്കി പോക്സ് രോഗത്തിന് ദീർഘമായ ഇൻക്യുബേഷൻ കാലയളവുണ്ട്. സാധാരണഗതിയിൽ ഇൻക്യുബേഷൻ കാലയളവ് 6 മുതൽ 13 ദിവസം വരെയാണ്. എന്നാൽ ചില സമയത്ത് ഇത് 5 മുതൽ 21 ദിവസം വരെയാകാം. വാടക കരാർ രജിസ്റ്റർ ചെയ്യുന്നതിന് വീണ്ടും ഉണർത്തി മസ്കത്ത് നഗരസഭ. നിയമ നടപടികൾ ഒഴിവാക്കുന്നതിന് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയും കരാറുകൾ പാലിക്കുകയും ചെയ്യണമെന്ന് നഗരസഭ ആവശ്യപ്പെട്ടു. കരാർ രജിസ്ട്രേഷനും പുതുക്കുന്നതിനും ഓൺലൈൻ വഴിയും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കരാർ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയും 50 റിയാലിനും 500 റിയാലിനുമിടയിൽ പിഴ ഈടാക്കുകയും ചെയ്യും. 24 മണിക്കൂർ മുതൽ 6 മാസം വരെ ജയിൽ ശിക്ഷയുമുണ്ടാകും. വാടക കരാറുകൾ രജിസ്റ്റർ ചെയ്തുവെന്ന് ഉറപ്പാക്കാൻ മുനിസിപ്പാലിറ്റിയിലെ അർബൻ ഇൻസ്പെക്ഷൻ വകുപ്പുകൾ പരിശോധന നടത്തുന്നുണ്ട്. കരാറിൽ പറഞ്ഞത് പ്രകാരമുള്ള വാടക നൽകുന്നില്ലെങ്കിൽ വാടകക്കാരനെ ഒഴിപ്പിക്കാൻ കെട്ടിട ഉടമയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. കെട്ടിടത്തിന് കേടുപാടുണ്ടെങ്കിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടാം. കെട്ടിട ഉടമയുടെയോ താമസക്കാരൻ്റെയോ പരാതിയുടെ മേൽ നടപടികളും കരാർ അടിസ്ഥാനത്തിലാകും. അതേസമയം വാടക കരാറുകൾക്ക് ഓൺലൈൻ വഴി അംഗീകാരം നൽകുന്ന നടപടികൾക്ക് മസ്കത്ത് നഗരസഭ കഴിഞ്ഞ മാസം ആരംഭിച്ചിരുന്നു. എളുപ്പത്തിൽ പോർട്ടൽ വഴി നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കും. അംഗീകാരത്തിന് രേഖകൾ സമർപ്പിക്കുന്നതും മറ്റും നടപടികളും ഉൾപ്പെടെയുള്ളവ വിശദീകരിച്ച് നഗരസഭ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്നലെ അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് ഒമാനിലെ പ്രവാസി സമൂഹം ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഒമാൻ കേരള വിങ്ങിന്റെ ശ്രീനാരായണ ഗുരു അനുസ്മരണത്തിൽ പങ്കെടുക്കാൻ 2016 യെച്ചൂരി ഒമാൻ സന്ദർശിച്ചിരുന്നു. സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിലും തത്വചിന്തകൻ എന്ന നിലയിലും ഗുരുവിന്റെ സംഭാവനകളെ ആനുകാലിക രാഷ്ട്രീയവുമായി സമന്വയിപ്പിച്ച് സ്വതസിദ്ധമായ ശൈലിയിൽ അവതരിപ്പിച്ച യെച്ചൂരിയെ പ്രഭാഷണം കേൾക്കാൻ ഒമാനിലെ വിവിധ തുറകളിൽപ്പെട്ട പ്രവാസികൾ ഒഴുകിയെത്തിയിരുന്നു. അദ്ദേഹം ആദ്യമായി ഗൾഫിലെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതും ഇവിടെയായിരുന്നു. പ്രഭാഷണത്തിനു ശേഷം പൊതുജനങ്ങളുമായി മുഖാമുഖവും സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. ഒമാനിലെ പ്രാചീന തുറമുഖ നഗരമായ മത്ര തുടങ്ങി ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹത്തെ അനുഗമിക്കാൻ കഴിഞ്ഞതായും മത്ര സൂക്കിലെയും സമീപ കോഫി ഷോപ്പുകളിലെയും തൊഴിലാളികളെ കണ്ട് കുശലം പറയാൻ അദ്ദേഹം സമയം കണ്ടെത്തിയതും ഹൃദ്യമായ അനുഭവമായിരുന്നുവെന്നും കേരള വിങ് കോ കൺവീനർ വിൽസൺ ജോർജ് പറഞ്ഞു. മദ്രസത്തുൽ ഹുദ ഗുബ്രയുടെയും ICF ബൗഷർ അസൈബ സെക്ടറുകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ഇന്ന് നടക്കുന്ന ഇലൽ ഹബീബ് മീലാദ് ക്യാമ്പയിൻ ഗ്രാൻഡ് മീലാദ് സംഗമത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. ബൗഷറിലെ ഒമാൻ ഹാളിൽ ഉച്ചയ്ക്ക് 2:30 വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ ആരംഭിക്കും. വൈകുന്നേരം 6 മണിക്ക് വിദ്യാർത്ഥികളുടെ വർണ്ണാഭമായ നബിദിന റാലി അരങ്ങേറും. രാത്രി 7 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി ഉദ്ഘാടനം നിർവഹിക്കും. മദ്ഹൂർ റസൂൽ പ്രഭാഷണത്തിന് ഡോക്ടർ ജുനൈദ് ജൗഹരി കൊല്ലം നേതൃത്വം നൽകും. മെട്രോപൊളിറ്റൻസ് എറണാകുളം ഒമാൻ ചാപ്റ്റർ കുട്ടികൾക്കായി ചിത്രരചന കളറിംഗ് മത്സരം സംഘടിപ്പിച്ചു. ചിത്രജാലകം എന്ന പേരിൽ റൂവി ലുലു ഹൈപ്പർ മാർക്കറ്റിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധ വിഭാഗങ്ങളിലായി 100-ലേറെ കുട്ടികൾ പങ്കെടുത്തു. ലുലു ഹൈപ്പർ മാർക്കറ്റ് റൂവി ജനറൽ മാനേജർ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു.
കുട്ടികൾക്കായുള്ള മത്സര വിഭാഗത്തിൽ കളറിംഗും, സബ് ജൂനിയർ വിഭാഗത്തിൽ ജലം എന്ന വിഷയവും, ജൂനിയർ സീനിയർ വിഭാഗത്തിൽ മരം, പ്രകൃതി എന്നീ വിഷയവുമാണ് നൽകിയത്. കുട്ടികളുടെ നിരീക്ഷണ സർഗാത്മകത വിളിച്ചറിയിക്കുന്നതായിരുന്നു രചനകളെന്ന് വിധികർത്താക്കളായ വീണ തോപ്പിൽ, രാധ ബാച്ചു എന്നിവർ പറഞ്ഞു. മസ്കത്തിൽ നിന്നും കണ്ണൂരിലേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത് യാത്രക്കാരെ ദുരിതത്തിലാക്കി. ഇന്നലെ രാവിലെ 7:35 മസ്കത്തിൽ നിന്നും പുറപ്പെടേണ്ട വിമാനമാണ് റദ്ദാക്കിയത്. യാത്ര പോകുന്നതിന് വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് യാത്രക്കാരിൽ പലരും സർവീസ് റദ്ദാക്കിയ വിവരം അറിയുന്നത്. ദൂരദേശങ്ങളിൽ നിന്നടക്കം മസ്കത്ത് വിമാനത്താവളങ്ങളിൽ എത്തിയ കുടുംബങ്ങളടക്കമുള്ളവർ ദുരിതത്തിലായി. ഇതിനിടെ യാത്രക്കാർ ബഹളം വെച്ചതോടെ ഉച്ചയ്ക്ക് കോഴിക്കോട്ടേക്കുള്ള വിമാനത്തിൽ ചിലർക്ക് സീറ്റ് നൽകിയെങ്കിലും ഈ വിമാനവും ഏറെ വൈകിയാണ് പുറപ്പെട്ടത്. കലാലയം സാംസ്കാരിക വേദി 14ാമത് എഡിഷൻ ഒമാൻ നാഷണൽ പ്രവാസി സാഹിത്യോത്സവ് ഒക്ടോബർ 15-ന് സീബിൽ നടക്കും. 8 വിഭാഗങ്ങളിലായി 99 മത്സരങ്ങളിൽ പ്രതിഭകൾ മാറ്റുരയ്ക്കും. നാഷണൽ സാഹിത്യോത്സവ് സ്വാഗത സംഘം രൂപീകരണം ഇന്ന് സീബ് അൽ സുഥാലി ഓഡിറ്റോറിയത്തിൽ ഉച്ചയ്ക്ക് 1:30-ന് നടക്കും. ICF ഇന്റർനാഷണൽ സെക്രട്ടറി നിസാർ സഖാഫി വയനാട് ഉദ്ഘാടനം നിർവഹിക്കും. SYS കോഴിക്കോട്ട് ജില്ലാ സെക്രട്ടറിമാരായ PV അഹമ്മദ് കബീർ മാസ്റ്റർ ഏളേറ്റിൽ, മുഹമ്മദ് അലി കിനാലൂർ എന്നിവർ സംബന്ധിക്കും. ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റ് ക്ലാസുകൾ ആരംഭിക്കാൻ മസ്കത്ത് ഇന്ത്യൻ സ്കൂളും. 1-2 ക്ലാസുകളിലാണ് ആദ്യഘട്ടത്തിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റ് ആരംഭിക്കുക. ദാർസെയ്ത്തിലെ സ്കൂളിന്റെ പ്രധാന ക്യാമ്പസിൽ ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ വൈകുന്നേരം 5:45 വരെയാണ് ക്ലാസ് സമയം. പ്രവേശനം ആഗ്രഹിക്കുന്നവർ ഇന്ത്യൻ സ്കൂൾ ബോർഡ് പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്ത് സ്കൂൾ ഓഫീസിൽ നേരിട്ട് അപേക്ഷ നൽകണം. പ്രവൃത്തി ദിനങ്ങളിൽ രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയാണ് ഓഫീസ് സമയം. കൂടുതൽ വിവരങ്ങൾക്ക് സ്കൂൾ അഡ്മിഷൻ സെല്ലുമായി ബന്ധപ്പെടാമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. ദാർസെയ്ത്ത് ഇന്ത്യൻ സ്കൂളിലും പുതിയ അധ്യയന വർഷം ആഫ്റ്റർനൂൺ ഷിഫ്റ്റ് ആരംഭിച്ചിരുന്നു. 1 മുതൽ 5-ാം തരം വരെയുള്ള ക്ലാസുകളിലാണ് ഷിഫ്റ്റ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഇതിനോടകം 50ഓളം കുട്ടികൾ പുതുതായി പ്രവേശനം നേടുകയും രാവിലത്തെ ഷിഫ്റ്റിലുണ്ടായിരുന്ന ചിലർ ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1:15 മുതൽ വൈകിട്ട് 5:30 വരെയാണ് ക്ലാസ് സമയം. നിലവിൽ ആദ്യ ഷിഫ്റ്റ് 12:45-നാണ് അവസാനിക്കുന്നത്. നിലവിലെ വിദ്യാർത്ഥികളിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവരിൽ നിന്നും അഭിപ്രായങ്ങൾ തേടി മസ്കത്ത് ഇന്ത്യൻ സ്കൂൾ നേരത്തെ തന്നെ രക്ഷിതാക്കൾക്ക് സർക്കുലർ നൽകിയിരുന്നു. 2 സ്കൂളുകളിലും തുടർന്നും ആഫ്റ്റർനൂൺ ഷിഫ്റ്റുകളിൽ പ്രവേശനം നേടാൻ സാധിക്കും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.